ഇപ്പം ഈ കോഴി വളർത്തലിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഈ തീറ്റ തന്നെയാണ്. ഇപ്പം നമുക്ക് തീറ്റ തന്നെ ഇതാ റോക്കറ്റ് പോലെ മേലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. പക്ഷേ എന്നിട്ടും ഇതൊന്നും അറിയാണ്ട് പല ആൾക്കാർ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വാരി കോരിയും ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു കസ്റ്റമർ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ മെഷ് അതൊക്കെ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ സമയം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു തീറ്റ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ മെഷ് എത്ര ഗ്രാം വെച്ചിട്ട് ഏതൊക്കെ സമയം എങ്ങനെയൊക്കെ കോഴിക്ക് കൊടുക്കണമെന്ന്. നമ്മളിപ്പോൾ ഒരു കോഴിയെ വാങ്ങുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ഡേ ഓൾഡ് വാങ്ങിയിട്ട് അത് മുട്ടയിടുന്നവരെ നമ്മൾ ചിലപ്പം അതിനെ വളർത്തിയെടുക്കും. ചില ആൾക്കാർ 45 ദിവസമുള്ള കോഴിയെ വാങ്ങിയിട്ട് പിന്നെ മുട്ടയിടുന്ന കാലയളവിൽ നമ്മൾ വളർത്തും. ചില ആൾക്കാർ 3 മാസം ചിലപ്പോൾ മുട്ടയിടാറായത് അതിനൊക്കെ ആയിരിക്കും ചില ആൾക്കാർ വാങ്ങുക. ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊരു ഡേ ഓൾഡിനെ കൊണ്ടുവന്നിട്ട് മുട്ടയിടുന്ന സമയം വരെ ഏതൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു അളവ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴി വളർത്തലിൽ നഷ്ടം വരില്ല. പിന്നെ ഈ വേറൊരു കാര്യം, കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്താലും അവർ തിന്നും, നല്ലോണം തിന്നും. അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുമ്പം ഓരോ കോഴിക്കും ഓരോ അളവുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മൾ കർണാടക പോലത്തെ പല ഫാമിലും പോയി അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന കണക്ക് തന്നെയാണ്. കാരണം ഈ ഒരു അളവിൽ മേലോട്ടേക്ക് തീറ്റ നിങ്ങൾ കൊടുക്കരുത്, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഡേ ഓൾഡ് മുതൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡേ ഓൾഡ് ചിക്സിനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1.5 മാസം വരെ സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കുന്നതാണ് നല്ലത്. ചില ആൾക്കാർ 1 മാസമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു 1.5 മാസം വരെ സ്റ്റാർട്ടർ ഫീഡാണ് കുറച്ച് നല്ലത്. അപ്പോൾ അത് എത്ര അളവിലാണ് കൊടുക്കേണ്ടത് നോക്കാം നമുക്ക്. ആദ്യത്തെ ഒരു 1 മുതൽ 2 ആഴ്ച വരെ ഒരു 15 ഗ്രാം മുതൽ ഒരു 20 ഗ്രാം വെച്ചിട്ട് ഒരു കോഴിക്ക് ഒരു ദിവസം കൊടുക്കണം. അതാണ് ഒരു കണക്ക്. അതിപ്പം ഏകദേശം ഒരു 20 ഗ്രാം കൂട്ടിക്കോ, നമ്മൾ കുറച്ചധികം തന്നെയല്ല അധികം കോഴികൾക്ക് കൊടുക്കല്. ഒരു 20 ഗ്രാം ആദ്യത്തെ 1 മുതൽ 2 ആഴ്ച വരെ 20 ഗ്രാം വെച്ചിട്ട് കൊടുക്കുന്നത്. അത് രാവിലെ ഒരു 10 ഗ്രാം, വൈകുന്നേരം ഒരു 10 ഗ്രാം അങ്ങനെ കൊടുക്കുക. അതല്ല 3 നേരമാണെങ്കിൽ 3 നേരമായിട്ട് ആ ഒരു 20 ഡിവൈഡഡ് ബൈ 3 അങ്ങനെ 3 നേരമായിട്ട് കൊടുക്കുക. അത് ഒരു കോഴീൻ്റെ കണക്കാവുള്ളത്. അതിപ്പം 10 കോഴിയാണെങ്കിൽ ആ ഒരു കണക്ക് നിങ്ങൾ നോക്കുക. അതല്ല 100 കോഴിയാണെങ്കിൽ അതിൻ്റെ കണക്ക് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ 3 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ഒരു 30 ഗ്രാം, ഒരു 25 to 30 ഗ്രാം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്തത് 5-ാമത്തെ ആഴ്ച മുതൽ 6-ാമത്തെ ആഴ്ച വരെ ഏകദേശം ഒരു 40 ഗ്രാം. അപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ഒരു 1.5 മാസമായി. അപ്പോൾ ഈ 1.5 മാസം ഒരളവിൽ ലാസ്റ്റ് സമയം വരുമ്പോൾ നമുക്ക് കോഴിക്ക് കൊടുക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് 40 ഗ്രാമാണ്. അത്ര തീറ്റ ഒരു കോഴിക്ക് ഒരു ദിവസം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അടുത്തൊരു 1.5 മാസം മുതൽ അടുത്തൊരു 5.5 മാസം വരെ നമുക്ക് കൊടുക്കേണ്ടത് ഗ്രോവറാണ്. അതായത് നമ്മൾ സാധാരണ ഗ്രാമശ്രീ, കൈരളി അങ്ങനത്തെ കോഴികളൊക്കെയാണ്, മുട്ടക്കോഴികളൊക്കെയാണ് നോക്കുന്നത്. BV38 കണക്ക് വേറെയാണ്, അതിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ സാധാരണ അങ്ങനത്തെ നമ്മളെ ഈ അഴിച്ചു വിട്ട് വളർത്താൻ വരുന്ന സാധാരണ തരക്കേടില്ലാത്ത മുട്ടക്കോഴി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കണക്കാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ കാരണം ഒരു 5.5 മാസം വരെ നമുക്കിനി ഗ്രോവർ കൊടുക്കണം. മുട്ടയിട്ട് തുടങ്ങുന്ന സമയം മുതൽ പിന്നെ നമുക്ക് ലെയർ മെഷിലേക്ക് മാറാം. ഇപ്പോൾ നമ്മൾ ഗ്രോവറിൻ്റെ കണക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1.5 മാസം ടു 2 മാസം ആ ഒരു കണക്കിൽ ഗ്രോവർ കൊടുക്കുമ്പോൾ നമുക്കൊരു 45 ഗ്രാം ഒരു ദിവസം ഒരു കോഴിക്ക് കൊടുക്കണം. പിന്നെ 2 മാസം ടു 2.5 മാസം വരെ ഒരു ദിവസം ഒരു 50 ഗ്രാം വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെയുള്ളത് 3 മാസം, അത് 2.5 മാസം ടു 3 മാസം ഒരു 55 ഗ്രാമിലേക്ക് കൊടുക്കുക. പിന്നെയുള്ളത് ഒരു 3.5 മാസം ആകുമ്പോഴത്തേക്കും ഒരു 3 മാസം ടു 3.5 മാസം ഒരു 60 ഗ്രാം ആ അളവിൽ കൊടുക്കും ഒരു ദിവസം ഒരു കോഴിക്ക്. പിന്നെ നമ്മളെ 3.5 to 4 മാസം നമ്മൾക്ക് 65 ഗ്രാം. ശരിക്കും പറഞ്ഞാൽ ഓരോ ആഴ്ചയിൽ ഒരു 5 ഗ്രാം കയറ്റിയെങ്കിൽ മേലോട്ടേക്ക് പോവാം. പിന്നെ 4 to 4.5 മാസം ആകുമ്പോഴത്തേക്ക് ഒരു 70 ഗ്രാം. ഓക്കെ. പിന്നെ ഒരു 4.5 to 5 മാസം ആകുമ്പോഴത്തെ 80 ഗ്രാം. പിന്നെ 5 to 5.5 മാസം നമ്മൾക്ക് ഒരു 90 ഗ്രാം. ഈ ഒരു അളവിലാണ് നമ്മൾ ഒരു ദിവസം ഒരു കോഴിക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് 5.5 മാസം നമ്മൾക്ക് നമ്മൾ ഗ്രോവർ നിർത്തും, കാരണം കോഴി മുട്ടയിടേണ്ട സമയമാവാറായല്ലോ. അപ്പോൾ ഈ പറയുന്ന ഒരു അളവിൽ ഒരു 5.5 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കോഴിക്ക് ഒരു ദിവസം 90 ഗ്രാം വെച്ചിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ നേരെ ലെയർ മെഷിലേക്ക് മാറാൻ പോക്കാം. ലെയർ മെഷിലേക്ക് മാറുമ്പോൾ നമ്മൾ മുട്ടത്തീറ്റ ഉണ്ടല്ലോ, ലെയർ മെഷ്, അതിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇനിയിപ്പം 5.5 മാസം തൊട്ട് 6 മാസം വരെ ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് മുട്ടത്തീറ്റ തന്നെ. 5.5 മാസം മുതൽ കോഴി മുട്ടയിട്ട് തീരുന്ന ആ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിനി മുട്ടത്തീറ്റ തന്നെ കൊടുക്കുക. അത് ആദ്യത്തെ 5.5 മാസം ടു 6 മാസം ആകുമ്പോൾ ഒരു 100 ഗ്രാം വെച്ചിട്ട് അങ്ങ് കൊടുക്കുക. ഓക്കെ. ഒരു 100 ഗ്രാം വെച്ചിട്ട് ഒരു കോഴിക്ക് ഡെയിലി വെച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 100 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 കിലോ തീറ്റ വേണ്ടി വരും. ആ 10 കിലോ തീറ്റ ഒന്നിക്ക് 2 നേരമായിട്ട് 5 ആയിട്ട് കൊടുക്കുക.
അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് 3 നേരമായിട്ടും കൊടുക്കുക. രാവിലെ ഒരു 3:30, ഉച്ചക്കൊരു 3:30, 7 ആയല്ലോ, ബാക്കിയുള്ളൊരു 3 കിലോ വൈകുന്നേരം കൊടുക്കുക. ഇത് നമ്മളെ മുട്ടത്തീറ്റ മാത്രം കൊടുക്കുന്നൊരു കണക്കാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു സമയം ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങുന്ന സമയമൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഈ ഗ്രാമശ്രീ കൈരളിക്കാണെങ്കിൽ നമ്മൾ കുറച്ച് വീട്ടിലെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 90 ഗ്രാമല്ലേ, 100 ഗ്രാമൊക്കെ അല്ലേ നമ്മൾ ആ മുട്ടയിട്ട സമയം കൊടുക്കുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ അകത്ത് ഒരു 50 ഗ്രാം മുട്ടത്തീറ്റയും ഒരു 50 ഗ്രാം വീട്ടിലെ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, പച്ചക്കറി വേസ്റ്റ്, അതൊക്കെ ചേർക്കുന്ന ഒരു ഇതിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെച്ചാൽ നമുക്ക് പകുതി മുട്ടത്തീറ്റ ഇവിടെ വേണ്ടും, ബാക്കിയുള്ളത് പച്ചക്കറി വേസ്റ്റ്, മരി, ഗോതമ്പ്, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഇതായിട്ട് കിട്ടുന്നത്, അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം. പിന്നെ 6 മാസം മുതൽ നമ്മൾ മുട്ടയിട്ട് തുടങ്ങുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം 110 ഗ്രാം എന്നുള്ള ഒരു അളവിൽ കൊടുക്കും. ഇപ്പോൾ ഗ്രാമശ്രീക്ക് ആകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 120 ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത്യാവശ്യം കോഴിക്ക് ബോഡി വെയിറ്റും വരും. നമ്മൾ എല്ലാം കഴിഞ്ഞ് കോഴിയെ സെയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ ഇറച്ചിക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ ഒരു മുട്ടയിട്ട് തീരുന്നവരെ ഡെയിലി 110 ഗ്രാം ഈ പറഞ്ഞ ഗ്രാമശ്രീ കൈരളിക്കാണെങ്കിൽ ഒരു 55 ഗ്രാം, ഒരു 55 ഗ്രാം മുട്ടത്തീറ്റ, ബാക്കിയുള്ള ഒരു 50-55 ഗ്രാമിന് നമുക്ക് പച്ചക്കറി, ഫുഡ് വേസ്റ്റ്, ചോറിൻ്റെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് എന്തൊക്കെയുള്ളത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. നോർമലി ഗ്രാമശ്രീ വളർത്തുന്നവർക്ക് അറിയാം, ഗ്രാമശ്രീ കൈരളിക്ക് വളർത്തുന്നവർ ഇതുപോലെ ഫുഡ് മിക്സ് ആയിട്ട് കൊടുക്കുക. പക്ഷേ കുറച്ച് മുട്ടത്തീറ്റയും കൂടി കൊടുത്താലും മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എഗ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ BV380 ആകുമ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്താ പറയണ്ടേ, നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ 15 ഗ്രാം, 20 ഗ്രാം അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെല്ലാം എക്സ്ട്രാ ഒരു 5 ഗ്രാം വെച്ചിട്ട് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ആഴ്ച നമ്മളൊരു 15-20 ഗ്രാമിനുള്ളിലാണെങ്കിൽ ആ BV380 ആകുമ്പോൾ 25 ഗ്രാം ഒരു ആവറേജ് കൊടുക്കുക. ഓക്കെ. പിന്നെ 3-4 ആഴ്ച നമ്മളത്തേക്ക് ഒരു 35 ഗ്രാം ആ ഒരു കണക്കിൽ പോവുക. കാരണം അവർ കുറച്ച് ഹൈബ്രിഡ് കോഴി ആയതുകൊണ്ട് അവർക്ക് എന്താ പറയണ്ടേ, അതിന് കണക്കായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. പിന്നെ മുട്ടത്തീറ്റ കൊടുക്കുന്ന അളവ് BV380 ആയിക്കഴിഞ്ഞാലും, അതായത് അല്ല ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് പറയുന്നത്, കറക്റ്റ് 4.5 മാസം മുതലാണ് 4 മാസം മുതലേ നമുക്ക് ഗ്രോവറിന് ലെയർ മാഷിലേക്ക് മാറാം. അത് ഡെയിലി ഒരു 110 ഗ്രാം വെച്ചിട്ട് തന്നെ കൊടുക്കുക. പിന്നെ അവർക്ക് വേണ്ട വിറ്റാമിൻ സപ്ലിമെൻറ്റ്സും കാൽസ്യം സപ്ലിമെൻറ്റ്സും എല്ലാം നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇത് എക്സാക്റ്റ് കണക്കൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏകദേശം ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും നിങ്ങൾ ഏത് കോഴിയാണ് വളർത്തുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഗ്രാമശ്രീ ആ റേഞ്ചുള്ള കൈരളി നമ്മൾ അയച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന കോഴിൻ്റെയൊക്കെ ഒരു കണക്കും പിന്നെ അതുപോലെ BV380 ഞാൻ ഏകദേശം ഒരു കണക്കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അളവ് ഏകദേശം ഒരു അളവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കോഴിയെ ഏതാണോ അതിന് ബ്രീഡ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നാലും ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ തീറ്റ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ല. കോഴി വളർത്താൻ ഏറ്റവും വലിയ നഷ്ടമാവാൻ അധികം ആൾക്കാരും പറയുന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കില്ല. അതാണ് ഭയങ്കര പ്രശ്നം. തീറ്റ കൊടുക്കില്ല എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, ഈ കോഴി വളർത്തൽ അധികം നഷ്ടമാകാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് തീറ്റക്രമം തന്നെയാണ്. നമ്മൾ തീറ്റ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും, നല്ലോണം കൊടുക്കും, പക്ഷേ ഒരളവ് എപ്പോഴും നോക്കണം. നമ്മൾ വെച്ചാൽ എന്താ പറയണ്ടേ, ഒരു 10 റുപ്യേൻ്റെ മുട്ട കിട്ടുന്നുണ്ടെങ്കിൽ അതിന് 20 റുപ്യേനെ തീറ്റ കൊടുത്തിട്ട് കാര്യമുണ്ടാവും ഒരു കോഴിക്ക്. നമുക്ക് കോഴി ഞാൻ പറഞ്ഞില്ല എത്ര കൊടുത്താലും ഇതാവും, തീറ്റ തിന്നും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു തീറ്റ, കാരണം പച്ചക്കറി വേസ്റ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷേ മുട്ടത്തീറ്റ എന്ന് വെച്ചാൽ പൈസ കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മുട്ടത്തീറ്റ കൊടുക്കുമ്പോൾ അത് എപ്പോഴും ഒരളവിൽ കൊടുക്കുക. പിന്നെ നിങ്ങളെ കോഴീൻ്റെ ബ്രീഡൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴി വളർത്തൽ അങ്ങനെ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.